ഹായ് ഗൈസ്, ഫിസിക്സ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗോ ത്രൂ ചെയ്തപ്പം പലരും നേരിട്ട പ്രശ്നം ഞാൻ പറയട്ടെ. സാർ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഞങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചോദ്യം പാളി സാർ. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. ഞാൻ പഠിച്ചതെന്ത്, ചോദിച്ചതെന്ത്, എഴുതേണ്ടതെന്ത് എന്ന് കണക്ട് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേർക്ക് പോയിട്ടുണ്ടാവും. ഓബിയസ് ആണ്, കാരണം ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന ഭാഷയും ആ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അത്ര ഫെമിലിയർ അല്ലാത്ത. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കൊറോണ വർഷങ്ങളിലായതുകൊണ്ട് തന്നെ സ്ഥിരം ക്ലീഷേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യങ്ങൾ, ഈ ടോപ്പിക്കിൽ നിന്ന് ഈ ചോദ്യം, അത് ഡയറക്റ്റ് അങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രീതിയിൽ ചർച്ചകളും വിമർശനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, വിദ്യാഭ്യാസം എന്താണ് തകർച്ചയിലാണ്, മൂല്യച്യുതി നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ്. കുട്ടികൾക്ക് ഒരുപാട് മാർക്ക് വെറുതെ ദാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടി അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ കരുതിക്കൂട്ടി, അതായത് മനഃപൂർവ്വം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇട്ട പോലെ എനിക്ക് തോന്നി. അതായത് ഈ ചോദ്യങ്ങൾ ചോദിക്കണ്ട, ഈ ചോദ്യം ഇല്ല, ഈ ടോപ്പിക്ക് ഇങ്ങനെ ചോദിക്കേണ്ട എന്ന് അവർ ഇൻറ്റൻഷ്യലി തീരുമാനം എടുത്ത പോലെ ഉണ്ട്. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഭാഗത്തുനിന്ന് അത് ചോദിക്കാതെ അതിൻ്റെ അപ്പുറമുള്ളത് ചോദിക്കും. അപ്പോൾ അതാണ് ഓവറോൾ കണ്ടുവന്ന പാറ്റേൺ. ഇത് ക്രിസ്മസ് എക്സാമിന് മാത്രമാണോ അറിയില്ല, മേ ബി മുന്നോട്ടുള്ള എക്സാമിന് ഇത് തന്നെ ആയിരിക്കും പാറ്റേൺ വരാൻ പോകുന്നത്. നമുക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ നിങ്ങൾ നോക്കുക, മാത്സ് ആലോചിച്ചേ, മാത്സ് ഇങ്ങനെ കണ്ടത്, പിന്നെന്താ കണ്ടത്, നമ്മളുടെ ബയോളജി ഇങ്ങനെ കണ്ടു, ഇപ്പോൾ ഫിസിക്സ് ഇങ്ങനെ കണ്ടു, ഇനി മുന്നോട്ട് കെമിസ്ട്രിയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ഒരു പാറ്റേണിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. റെഡി, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കുറേ പേരെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇൻക്ലൂഡിങ് മീ, ഞാൻ ഇന്നലെ ലൈവിൽ അടക്കം ഞാൻ പറയുന്നത് എന്താണ്, ഇവിടുത്തെ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇമേജസ്, ഇവിടുത്തെ ഇമേജിൻ്റെ എണ്ണം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഇക്വേഷൻ അറിയാം, n = 360/θ - 1. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ അവർ സ്ഥിരം ചോദിക്കാറെന്താ, n ആണ്. ഇവിടെ തിരിച്ച്, ഇവിടെ ഈ തീറ്റ ചോദിച്ച്, ആംഗിൾ ചോദിച്ചു, ഇവിടുത്തെ ഇടയിലുള്ള ആംഗിളാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഇമേജസ് 5 ആണ്. കൊടുത്തു കഴിഞ്ഞാൽ 5 = 360/θ - 1. ഈ -1 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താവും, 5 + 1 = 360/θ ഓർ 6 = 360/θ. ഈ തീറ്റ എന്താ ചെയ്യേണ്ടത്, തീറ്റനെ അങ്ങോട്ട് കൊണ്ടുപോവുക, 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് കൂടെ എക്സ്ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. അപ്പം 360/6 എന്ന് വരും. അപ്പം എത്ര വരും, എത്ര ആൻസർ വരിക, 6ഉം 36ഉം വെട്ടിപ്പോയി 6, ഒരു 0 വരും. അപ്പം 60 ഡിഗ്രിന്ന് ആൻസർ വരിക. അപ്പോൾ ഒരു മാർക്കിന് തന്നെ ആദ്യം തന്നെ എത്ര കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കുറേ പേരെ കോൺഫിഡൻസ് പോയി. ഇത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ, ഒരു ഗ്രീൻ ടിക്കറ്റിനെ. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വലിയ പ്രശ്നമില്ല. അതായത് ഒരു DC ജനറേറ്ററാണ്. DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഒന്ന് ആലോചിച്ചാൽ മതി. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, DC ജനറേറ്റർ ഗ്രാഫ് നമ്മളൊക്കെ എന്നാൽ ലൈവിലടക്കം വരച്ച് പഠിപ്പിച്ചതാണ്. പോസിറ്റീവ് 0 നെഗറ്റീവ് അല്ലേ, EMF അല്ലേ, അല്ലെങ്കിൽ കറണ്ട്, EMF അല്ലേ കറണ്ട്, ഇത് ടൈം. ഇവിടെ നിങ്ങൾ ആലോചിച്ചേ, ഇയാൾ എന്താ മാറുന്നത്, ഇതെന്താ മാറുന്നത്, യെസ് EMF ആൻഡ് കറണ്ട്. EMF എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ദിശ മാറുന്നുണ്ടോ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഡയറക്ഷൻ ചേഞ്ച് ഇല്ല. അതുകൊണ്ടല്ലേ ഇയാൾ DC എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തന്നെ കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ചേഞ്ചസ്, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്, കറണ്ടിൽ EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് മാറുന്നില്ല, ദിശ മാറുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പലപ്പോഴും EMF എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടും ഓക്കെയാണ് കേട്ടോ, സെറ്റ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, മനഃപൂർവ്വം അങ്ങനെ ചോദിച്ചു, EMF ചോദിക്കുന്നോടത്ത് കറണ്ട് ചോദിച്ചു. അടുത്തത് വീണ്ടും, മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോംഡ് ബൈ മിറർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഏത് ടൈപ്പ് മിററാണ്, ഇത് വളരെ സിമ്പിളാണ്. കോൺകേവിൻ്റെ കേസിൽ നിങ്ങൾ 6 ഡിഫറെൻറ്റ് കേസ് പഠിക്കുന്നുണ്ട്. കോൺവെക്സിൻ്റെ കേസിലോ ഓൺലി 1 കേസ്. അപ്പോൾ ഏതാണ്, കോൺവെക്സ് ആണ് ശരിയായ ആൻസർ കേട്ടോ, കോൺവെക്സ് മിറർ. കാരണം എന്താ, കോൺകേവിൽ 6 ഡിഫറെൻറ്റ് കേസ് ഉണ്ട്. യു മാറുന്നതിന് വെച്ചിട്ട് വലിപ്പങ്ങൾ ഇങ്ങനെ മാറില്ലേ, വലിപ്പം ഇങ്ങനെ മാറിയല്ലേ. കോൺവെക്സിൻ്റെ കേസിലോ ഒറ്റ കേസേ ഉള്ളൂ. അപ്പോൾ കോൺവെക്സ് ആണ് ആൻസർ, സിമ്പിൾ ആൻസർ, കോൺവെക്സ് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ഫ്രീക്വൻസി ഓഫ് കറണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മൂലയിലുള്ളൊരു സംഭവമാണ്. 3-ാം പാഠത്തിൻ്റെ പേജ് നമ്പർ ഒന്നും ആരെങ്കിലും കമൻറ്റ് ചെയ്യോ. ഒരു മൂലയിൽ ഒരു പെട്ടിയിലുണ്ട്, 50 ഹെർട്സ് ആണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി. സാധാരണ വോൾട്ടേജാണ്, അതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ പറഞ്ഞത്. സാധാരണ എന്താ ചോദിക്കാറ്, സാധാരണ എത്ര വോൾട്ടാ, 11,000 വോൾട്ട് ഓർ 11 kV ആണ്, ഇതാണ് ചോദ്യം വരിക. അപ്പോൾ അവരെന്ത് ഇതാ ചോദിക്കാം, നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ചോദിക്കാം. ഫ്രീക്വൻസി എത്ര, 50 ഹെർട്സ്. കണ്ടോ ആ ടിസ്റ്റ് കണ്ടോ. അടുത്തത് ഫസ്റ്റ് പെയർ എനർജിയാണ്, നമ്മളുടെ ഹീറ്റിനായിട്ട് ബന്ധപ്പെട്ട H = ഹീറ്റ് എനർജി, H = I²RT. I²R എന്താ, നമുക്കറിയാം പവറാണ് അല്ലേ. അതെന്താണ് പവർ, I²R. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇയാളെന്താണ്, പവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഇപ്പോൾ ഇക്വേഷൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു മാർക്ക് വെറുതെ കിട്ടി. ഇത് നമ്മളെ ലൈവിലൊക്കെ നല്ല ഡിസ്കസ് ചെയ്തത്, എന്തായാലും ക്വസ്റ്റ്യൻ ഷുവറാണ്, ഉറപ്പായത്. ഇത് ഒരു ക്ലീശ ചോദ്യമായി. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ അവർ ആഡ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും അവർ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് തരാറ്, സാധാരണ രീതിയിൽ ഇതും തരും,
ഓക്കെ, ഈ രണ്ട് അതല്ല, ഇത് രണ്ടുമാണ് സാധാരണ തരാറ്. ഇവിടെ എന്തുണ്ട്, എക്സ്ട്രാ ആയിട്ട് ഒന്നും കൂടി തന്നിട്ടുണ്ട്, നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ എഫേർട്ട് അവിടെ എടുത്തിട്ടുണ്ട്. വിച്ച് ബൾബ് വിൽ ഗ്ലോ മാക്സിമം ബ്രൈറ്റ്നസ്. അപ്പോൾ ഏതായിരിക്കും നിങ്ങൾക്കറിയാം, എ സി ആണ് ഇവിടെ, രണ്ടെണ്ണം എ സി ആണ്, ഇതും എ സി ആണ്, ഇതും എ സി ആണ് അല്ലേ, രണ്ടെണ്ണം ഇവിടെ എ സി ആണ് അല്ലേ, രണ്ടെണ്ണം എ സി ആണ്. അപ്പോൾ എ സി ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും, ബാക്ക് ഇ എം എഫ് ഉണ്ടാകും, ബാക്ക് ഇ എം എഫ് ഇവിടെ ഉണ്ടാവും, ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. ബാക്ക് ഇ എം എഫ് എന്താവും, ഇ എം എഫ് ടോട്ടൽ ഇ എം എഫ് കുറയും. അപ്പോൾ ഇവിടെയും ടോട്ടൽ ഇ എം എഫ് കുറയും. സെറ്റ് അല്ലേ, റെഡി. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഇ എം എഫ് കുറയുന്നതുകൊണ്ട് ബ്രൈറ്റ്നസ്, ബൾബിൻ്റെ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഏതാ മാക്സിമം ബ്രൈറ്റ്നസ്, മാക്സിമം ബ്രൈറ്റ്നസ് ഏതാണ്, സർക്യൂട്ട് 2 ആണ്, മാക്സിമം ബ്രൈറ്റ്നസ് സർക്യൂട്ട് 2 ആണ്. റെഡി. ഇനി അടുത്ത് വിച്ച് ബൾബ് വിൽ ഗിവ് ദ ലീസ്റ്റ് ബ്രൈറ്റ്നസ്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയും ബ്രൈറ്റ്നസ് കുറയും, ഇവിടെയും ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ കൂടുതൽ ബ്രൈറ്റ്നസ് കുറയുക സോഫ്റ്റ് അയൺ കോർ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മിനിമം സോഫ്റ്റ് അയൺ കോർ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി കുറയും. അപ്പോൾ സർക്യൂട്ട് 3 ആണ്. എത്ര പേര് രണ്ട് ശരിയാക്കി, ഞാൻ പറഞ്ഞില്ല കുറച്ചൊന്ന് ആലോചിക്കണം അല്ലേ. ഇനി അടുത്ത് ബി, ജസ്റ്റിഫൈ യുവർ ആൻസർ. അവിടെ ബാക്ക് ഇ എം എഫ് ഉണ്ടാവും, പക്ഷേ ഈ സോഫ്റ്റ് അയൺ കോർ ഇല്ലേ, സോഫ്റ്റ് അയൺ കോർ എന്ത് ചെയ്യും, ബാക്ക് ഇ എം എഫ് കൂട്ടും, അപ്പോൾ കൂടുതൽ ഇവിടുത്തെ കൂടുതൽ ഇ എം എഫ് കുറയ്ക്കും. അപ്പോൾ അതാണ് അല്ലേ, സോഫ്റ്റ് ആൻഡ് കോർ അങ്ങനെ ഇ എം എഫ് കൂട്ടുന്ന പരിപാടിയല്ലേ. സെറ്റ്, അങ്ങനെ എഴുതിയാൽ മതി. ആൻഡ് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് എഫക്റ്റ്. റിഫ്രാക്ഷൻ, അതായത് അപവർത്തനമാണ്. അടുത്ത വിച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം ആർ റെസ്പോൺസിബിൾ ദിസ് ഫിനോമിന. രണ്ട് ഉത്തരം എഴുതാം. ഒന്നെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് എഴുതാം, ഓർ നിങ്ങൾക്ക് എന്ത് എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇയാൾ എഴുതാൻ കേട്ടോ, ഇയാൾ അത് എഴുതണ്ട, അത് സ്പീഡുമായി ബന്ധപ്പെട്ടാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. രണ്ട് ഇതിൽ മാർക്ക് തരാൻ ചാൻസ് ഉണ്ട്. അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് അറിയുന്നവർക്ക് ഓക്കെയാണ് അല്ലേ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ 8ാം ക്ലാസ്സിലെ സംഭവമാണ്, 10ാം ക്ലാസ്സിലല്ല ഇത് ആക്ച്വലി പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾവേസ് ഡിമിനിഷ്ഡ് ഇമേജ്, എപ്പോഴും ചെറിയ ഇമേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺകേവിൻ്റെ കേസിൽ 6 കേസ് ഉണ്ട്, കോൺവെക്സോ ഒരു കേസ്. ഇപ്പോൾ ഈ 6 കേസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലുതുണ്ട് ചെറുതുണ്ട് സെയിം സൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും കോൺകേവ് അല്ല, അപ്പോൾ അതേതാ, കോൺവെക്സ് ആണ്. അപ്പോൾ കോൺവെക്സ് കിട്ടി, അവിടെ കിട്ടി അല്ലേ. അടുത്ത് ക്യാൻ ഫോം റിയൽ ഓർ വെർച്വൽ. ഇയാൾക്ക് ഒറ്റ ടൈപ്പേ ഉള്ളൂ, ഇയാൾ ഏതേ ഉള്ളൂ, വെർച്വൽ ഉള്ളൂ, കോൺവെക്സ്. അപ്പോൾ ഏതാ, കോൺകേവ് ആണ് ആൻസർ. അപ്പോൾ രണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന കോൺകേവ്, റിയലും വെർച്വൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കോൺകേവ് മിററാണ്. ക്യാൻ ഫോം വെർച്വൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ദാൻ ദ ഒബ്ജക്റ്റ്. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യനാണ്. ക്യാൻ ഫോം വെർച്വൽ ആൻഡ് മാഗ്നിഫൈഡ്. ഇതാർക്ക് പറ്റൂല, കോൺവെക്സിന്. വെർച്വൽ ആർക്ക്, കോൺവെക്സിന് പറ്റും, പക്ഷേ മാഗ്നിഫൈഡ് പറ്റുമോ, ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ റിയർ വ്യൂ ആയി മിറർ ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ഇത് സി ആണ്. അടുത്തത് ഓൾവേസ് ഫോം ഇമേജസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫും പിൻ്റെ ഇടയിൽ എപ്പോഴും ഉണ്ടാക്കുക, അങ്ങനെ പറഞ്ഞ അല്ലേ. ഓൾവേസ് ഫോം ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എപ്പോഴും ഉണ്ടാക്കുന്ന ആരാ, അതും കോൺവെക്സ് ആണ്. അപ്പോൾ 3 എണ്ണം അവിടെ വരും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇത് മറ്റേ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, തെറ്റും. റെഡി അല്ല, അപ്പോൾ 3 എണ്ണം അവിടെയും 1 ഇവിടെ കേട്ടോ. അപ്പോൾ 2 അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാധാരണ 2 ഇവിടെ വരിക, അത് ഒഴിവാക്കി 3 1 ആക്കിയിട്ടുണ്ട്. കണ്ടോ ട്രിക്ക് കണ്ടോ അവരെ. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ, നല്ല ബുദ്ധിയുള്ള ക്വസ്റ്റ്യൻ മാസ്റ്റർ ആണ് അല്ലേ, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ഡൗൺ ദ റൂൾ ദാറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് അല്ല, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓർ ഈ ചിത്രം നോക്കിയാലും മതി, ഈ ചിത്രം ഏതാ, ജനറേറ്ററായിട്ട് ബന്ധപ്പെട്ട ഡയറക്ഷൻ തരുന്ന റൂള് ഫ്ലെമിങ്സ്. ഏത് ഹാൻഡാടാ, ഫ്ലെമിങ്സ് ലെഫ്റ്റോ റൈറ്റോ, റൈറ്റ് ഹാൻഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് മോട്ടോറാണ്. അപ്പോൾ അത് അവിടെ എഴുതിയാൽ മതി. റെഡി. അടുത്തത് ഡ്രോ ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EM ഒബ്റ്റെയിൻ ബൈ ഡിവൈസ്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ സാധനമാണ്, നമ്മൾ ഓൾറെഡി നേരത്തെ തൊട്ട് മുമ്പും വരച്ചു അല്ലേ. അപ്പോൾ ഒരു ഇത് ഏത് ജനറേറ്ററാണ്, അതും ഇമ്പോർട്ടൻ്റാണ്. ഇത് ഏത് ജനറേറ്റർ, DC ആണോ AC ആണോ, ഇത് DC ആണോ AC ആണോ, എങ്ങനെ നോക്കുക, റിങ്. ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, AC മാരീഡാണ്, AC എന്താണ്, മാരീഡാണ്, DC എന്താണ്, ഡൈവോഴ്സ്ഡാ, DC ഡൈവോഴ്സ്ഡാ. അപ്പോൾ മുറിഞ്ഞ റിങ്, സ്പ്ലിറ്റ് ആയിട്ടുള്ള റിങ് ആർക്കാ ഉണ്ടാവുക, സ്പ്ലിറ്റ് റിങ് ഡൈവോഴ്സ് ചെയ്താക്കാൻ ഉണ്ടാവുക. അപ്പോൾ ഇയാൾക്ക് എന്താ, ഫുൾ റിങ് ഉണ്ടാവുക, ഫുൾ റിങ്. അപ്പോൾ ഇയാൾ ഫുൾ റിങ് അല്ലേ, അപ്പോൾ മാരീഡാ, അതാരാ, AC. അപ്പോൾ AC ജനറേറ്ററാണ് ഇയാൾ. അപ്പോൾ ഇയാളുടെ കേസിൽ എങ്ങനെ ചിത്രം വരിക, ഇയാളുടെ കേസിൽ ഇങ്ങനെ ACൻ്റെ ചിത്രം എങ്ങനെയല്ലേ വരിക, ACൻ്റെ ഫിഗർ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ പ്രശ്നമില്ല, വലിയ കൺസെപ്റ്റ് അറിയുന്നവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ AC ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, റിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലം വരുന്നു പറഞ്ഞതാണ്. എത്ര പേര് ലവ് സ്റ്റോറി ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞേ, ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ. സെക്കൻഡറി വോൾട്ട് ഈസ് 12 വോൾട്ട്, പ്രൈമറി കറണ്ട് 0.1 ആംപിയർ,
പവർ ഓഫ് ട്രാൻസ്ഫോമർ 24 വാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പവർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സെക്കൻഡറി കറണ്ട്. സെക്കൻഡറിയിലെ കറണ്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കാണാൻ പറ്റും? വകുപ്പുണ്ട്. എടാ, പവർ നഷ്ടപ്പെടില്ല. പവറിൻ്റെ ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ എത്രയാണോ അടുത്ത പവർ, പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവർ എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പവർ നഷ്ടപ്പെടില്ല. അപ്പോൾ പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ 24 വോട്ടാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര പവറാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ. റെഡി. അപ്പോൾ സെക്കൻഡറിയിലെ കറണ്ട് കാണാൻ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനൊക്കെ ആക്കി പലരും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അല്ല, സെക്കൻഡറിൻ്റെ കേസിൽ പവർ ഈസ് ഈക്വൽ ടു, പവറിൻ്റെ ഇക്വേഷൻ എന്താ? വി ഇൻറ്റു ഐ. നിങ്ങൾ പഠിച്ചില്ലേ? ഐ വി പി ഈസ് ഈക്വൽ ടു വി ഐ ഓർ ഐ വി എന്ന് പഠിച്ചിട്ടില്ലേ? ഇത് കണ്ടാൽ മതി. അപ്പോൾ സെക്കൻഡറിൻ്റെ കേസിൽ അവിടുത്തെ ഇത് അല്ലേ കൊടുത്താൽ മതി. റെഡി. ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ട് എന്താ? സെക്കൻഡറി വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? വി എസിൻ്റെ വാല്യൂ 12 വോൾട്ട് എന്താ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഇല്ലേ. പവറും തന്നിട്ടുണ്ട് എത്ര? 24 വോൾട്ട്. അപ്പോൾ അത് കാണാനല്ലേ ഉള്ളൂ. സോ 24 വാട്ട് ഈസ് ഈക്വൽ ടു വി എസ് തന്നിട്ടുണ്ട് 12 ഇൻറ്റു ഐ എസിൻ്റെ വാല്യൂ അറിയില്ല, ഓർ ഐ എസ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര വരും? 2 ആംപിയർ എന്ന് വരും. അപ്പോൾ 2 ആംപിയർ ആണ് ഇതിൻ്റെ ആൻസർ. 2 ആംപിയർ ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ സെക്കൻഡറിൻ്റെ. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഇത്? ഏത് ടൈപ്പ് ട്രാൻസ്ഫോമറാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്രൈമറിയിൽ 1 ആംപിയർ, സെക്കൻഡറിയിൽ ഇപ്പോൾ എത്ര? 2 ആംപിയർ. കറണ്ട് കൂട്ടുന്ന ട്രാൻസ്ഫോമറാണ്. കറണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുന്ന ആൾ. അപ്പോൾ ഏതാ? സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ആണ് ആൻസർ. സെറ്റ് അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ആണ്. അങ്ങനെയാണ് ആലോചിക്കേണ്ടത് കേട്ടോ. സോ കറണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. കറണ്ട് കൂട്ടി കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കും. വോൾട്ടേജ് കുറയ്ക്കുന്ന ആൾ സ്റ്റെപ്പ് ഡൗൺ ആണ്. സെറ്റ്. അതും കഴിഞ്ഞല്ലേ. അപ്പോൾ കുറച്ചൊന്ന് ട്രിക്ക് ആക്കിയിട്ടുണ്ട് അവിടെ. കുറച്ച് വെള്ളം കുടിപ്പിക്കും. അറിയാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ 3-pin പ്ലഗ് എൻഷുർ ബെറ്റർ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഷോക്ക്. അങ്ങനെയാണെങ്കിൽ വെൻ ദർ ഇസ് ഇൻസുലേഷൻ ഫെയിലിയർ ഇൻ അയൺ ബോക്സ്. അതെന്താ നമ്മൾ ഇന്ന് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അയൺ ബോക്സ് ഞാൻ ഇസ്തിരിപ്പെട്ടി തന്നെ വരച്ചിട്ടുണ്ട്. ഞാൻ ഇസ്തിരിപ്പെട്ടി എനിക്ക് വരയ്ക്കാനല്ല, ഞാൻ തേപ്പുകാരനല്ല, ഞാൻ സ്പെഷ്യലായിട്ട് പറയണം അല്ലേ. ഇതൊരു ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ്. അങ്ങനെയൊക്കെയാണ് ഇസ്തിരിപ്പെട്ടി, എനിക്കറിയില്ല. ഓക്കെ, അയൺ ബോക്സ്. എടാ, നമ്മൾ 3-pin പ്ലഗിൽ നമുക്ക് വലിയ പിന്നാണ് എർത്ത്. മറ്റേത് ഒരാൾ എന്തായിരിക്കും? ഫേസ് ആയിരിക്കും. മറ്റാൾ ഏതായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. റെഡി. അപ്പോൾ നമ്മളുടെ ഇത് കണക്ഷൻ എവിടുന്നാണ് പോവുക? നമ്മളെ ഈ 3-pin പ്ലഗിലേക്ക് കണക്ഷൻ പോവുക. ദാ ഇയാളെ മുകളിൽ നിന്ന് എർത്ത് പിന്നിലോട്ട്. ഈ ബോഡി ഇല്ലേ, നമ്മുടെ അയൺ ബോക്സിൻ്റെ ബോഡി ഇല്ലേ, ഈ അയൺ ബോക്സിൻ്റെ ബോഡിയിൽ നിന്നാണ് എന്ത്? എർത്ത് പിന്നിലോട്ട് കണക്ഷൻ പോവുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻ കേസ് ഇനി ഇവിടെ ലീക്കേജ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ആരുണ്ടാവും? ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും. ഈ ഹീറ്റിംഗ് കോയിലാണ് അങ്ങോട്ട് ഈ ഫേസിൽ ന്യൂട്രലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഈ ഹീറ്റിംഗ് കോയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഈ അയൺ ബോക്സിൻ്റെ കേസിങ്ങിൻ്റെ മുകളിൽ, അതായത് ഈ പെട്ടില്ലേ, ഈ പെട്ടിൻ്റെ ഇരുമ്പ് പെട്ടി, ആ മെറ്റൽ പെട്ടില്ലേ, മെറ്റൽ കേജിൻ്റെ മുകളിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ മെറ്റൽ കേജിൻ്റെ മുകളിൽ കറണ്ട് ഒഴുകും. ആ കറണ്ട് എന്ത് ചെയ്യും? ഈ എർത്ത് വഴി, അവിടെ റെസിസ്റ്റൻസ് കുറവാണ്, എർത്തിൻ്റെ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ എർത്ത് വഴി എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങോട്ട് പോകും. അതെന്തിനാ? കറണ്ട് കൊടുക്കാനുള്ളതല്ല. ആ കറണ്ട് എന്ത് ചെയ്യും? ആ കറണ്ട് നേരെ നമ്മൾ ഭൂമിയിൽ പോയി ഭൂമിക്ക് കൊടുക്കും. അപ്പോൾ അതിനാണ് പരിപാടി. സോ ഇത് നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാൽ പോരാ, കുറച്ച് കഥ പോലെ എഴുതിയാൽ പോരാ. അപ്പോൾ ഇൻ കേസ് നമ്മളവിടെ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നമ്മളുടെ അയൺ ബോക്സിൻ്റെ ആ ഒരു മെറ്റൽ കേജിൽ വരും. ആ മെറ്റൽ കേജിലുള്ള കറണ്ട് എന്ത് ചെയ്യും? എർത്ത് പിൻ വഴി നേരെ ഭൂമിയിലോട്ട് കൊടുത്ത് ഒഴിവാക്കും. അതാണ് പരിപാടി. ഇൻസുലേഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇവിടെ തട്ടുന്നത് അല്ലേ. അടുത്ത് റൈറ്റ് ഡൗൺ ഫസ്റ്റ് എയ്ഡ്. ഒരുപാട് സാധനം ഉണ്ടോ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പിട്ട് നടക്കല അല്ല. കൃത്രിമ ശ്വാസം കൊടുക്കുക, പിന്നെന്താ? നെഞ്ഞത്ത് തിരുമ്മുക, പൊള്ളലേറ്റിണെങ്കിൽ അവിടുത്തെ ഡ്രസ്സ് മാറ്റി കൊടുക്കുക, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ്. ഏതെങ്കിലും 1-2 എഴുതിയാൽ മതി. ഒറ്റൊന്നും എഴുതിയാൽ 2 എഴുതിയാൽ തന്നെ മാർക്ക് തരും. അടുത്തത് ഈ ചോദ്യം ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു A++ ലെവലിലാണ്. ഇത് കോൺഫിഡൻസിൽ സാർ ഞാൻ ചെയ്ത് ശരിയാക്കി എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഒന്ന് കൈകൾ ഒന്നിക്കണേ. വീഡിയോൻ്റെ കമൻറ്റിൽ നോക്കണ്ട, ഇപ്പോഴേ പറയട്ടെ. നമ്മൾ പറയുകയാണ് 0.2 കറണ്ട് ഉണ്ട്, അത് ഹീറ്റിംഗ് കോയിൽ 200 വോൾട്ട് സപ്ലൈയിലുണ്ട്. ഇഫ് ദിസ് റെസിസ്റ്റർ ഈസ് ഡിവൈഡ് ഇൻറ്റു 2 റെസിസ്റ്റർ ഓഫ് ഈക്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് നമുക്ക് കാണണം. റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? R = V/I. നേരെ കാണാവുന്നല്ലേ ഉള്ളൂ. വിൻ്റെ വാല്യൂ എത്ര? 200 ആണ്. ഐൻ്റെ വാല്യൂ എത്ര? 0.2 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ കുറേ പേര് കൺഫ്യൂഷൻ ഉണ്ടാവും. മുകളിലും താഴും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിടാ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2000 ഇല്ല അല്ലേ. മുകളിലും താഴും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2000/2 എന്ന് വരും അല്ലേ. അപ്പോൾ എത്ര വരും? 1000 ഓം. അപ്പോൾ 1000 ഓം ആണ് ആദ്യത്തെ പ്രതിരോധം. അതല്ല ചോദ്യം. തീർന്നില്ല. ഇതിന് 1 മാർക്ക് കിട്ടും. ഇതുവരെ ചെയ്തതിന് 1 മാർക്ക് തരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ റെസിസ്റ്റർ ഡിവൈഡഡ് ഇൻറ്റു 2 റെസിസ്റ്റർ ഓഫ് ഈക്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ 1000-നെ എന്തൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്ത്? 500 ഓമും 500 ഓമും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. റെഡി.
ഇനി എന്ത് ചെയ്തു, ഇവരെ പാരലായിട്ട്, ഇവരെ സീരീസ് അല്ല പാരലായിട്ടാണ് ഘടിപ്പിച്ച. സീരീസ് ആയി ഘടിപ്പിച്ചാൽ 1000 തന്നെ കിട്ടും. ഇവരെ പാരലായിട്ട് സെയിം സർക്യൂട്ടിൽ ഘടിപ്പിച്ചു. അപ്പോൾ പാരലാക്കി വെച്ചാൽ എന്താ സംഭവിക്കുക, നമുക്കറിയാം ഈക്വൽ റെസിസ്റ്റൻസ് പാരലായി വെച്ച് കഴിഞ്ഞാൽ ആർ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ഒരാളെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ R1 R2 ഡിവൈഡ് ബൈ R1 + R2 ചെയ്താലും മതി. അപ്പോൾ ഒരാളെ റെസിസ്റ്റൻസ് എത്ര, 500. അങ്ങനെ എത്ര പേരുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ എത്ര സഫലപ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര, 250 ഓം. 250 ഓം ആണ് ഇത് അല്ലേ, നമ്മളുടെ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്ര, 250 ഓം. ഇവരെ മുറിച്ചിട്ട് പാരലായി വെച്ച് കഴിഞ്ഞാൽ എത്ര വരിക, 250 ഓം ആയിട്ട് മാറും. സെറ്റ് അല്ലേ, അപ്പോൾ അതിനൊരു മാർക്ക് കിട്ടും. ഇനി അടുത്തത് വാട്ട് വിൽ ബി ദി ഇലക്ട്രിക് പവർ ഓഫ് ദ കറണ്ട്, ഇനിയുള്ള ഇലക്ട്രിക് പവർ. അപ്പോൾ പവർ കാണാൻ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഞാൻ V²/R യൂസ് ചെയ്യുന്നു. V²/R യൂസ് ചെയ്യുന്നു. V² വാല്യൂ എത്ര, വിൻ്റെ വാല്യൂ എത്ര, വിൻ്റെ വാല്യൂ 200. അതിന് ഞാൻ ഇങ്ങനെ എഴുതുന്നു, 200 × 200 ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്, 250. ഓക്കെ അല്ലേ, വെട്ടി മാറ്റാം. 50 50 അല്ലേ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ കാൽക്കുലേറ്റ് ചെയ്യാം. 50 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 5 പോവും, ഇവിടെ 4 പോവും അല്ലേ. ഈ 5 കൊണ്ട് ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും എന്ത് വരും, ഇവിടെ 4 പോവും. അപ്പോൾ 4 × 4 എന്ന് പറഞ്ഞാൽ എത്ര, 4 × 4 എന്ന് പറഞ്ഞാൽ 16 വാട്ട്സ് ആയിരിക്കും ആൻസർ. കിട്ടിയിട്ടുണ്ടോ, എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ടഫാട്ടോ, അത്ര എളുപ്പമൊന്നുമല്ല ഈ സാധനം അല്ലേ. ശരിയല്ല, ചെയ്തൊന്നുകൂടി ഞാൻ നോക്കട്ടെ, ഞാൻ ഒറ്റ തവണ നോക്കട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോഴാണ് കാണുന്നത്. 5 4 റെഡി. അപ്പോൾ 5ഉം ഇത് വെട്ടിപ്പോയ 4 വരും. യെസ്, 16 വാട്ട്. സെറ്റ് അല്ലേ, 16 വാട്ട് കിട്ടിയെങ്കിൽ ഒരു മാർക്ക് വീണ്ടും കിട്ടി, 3 മാർക്ക്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ലൈവിൽ അതേപോലെ ഡിസ്കസ് ചെയ്ത കാര്യം. ഇതൊക്കെ നമ്മൾ ലൈവിൽ അതേപോലെ പറഞ്ഞ സാധനം കേട്ടോ. ഇത് പലതവണ വന്നാണ്. അപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ അവരെ ഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനെ അല്ല സ്പീഡ് തന്നിട്ടുണ്ട്, ഓരോ മീഡിയത്തിൻ്റെ സ്പീഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ റാങ്ക് ചെയ്താലോ. സ്പീഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് ആരാ, ഫസ്റ്റ് റാങ്ക് വാക്വമാണ്. ഏറ്റവും കൂടുതൽ സ്പീഡ് വാക്വത്തിനാണ്. പിന്നെ ആരാ, പിന്നെ വാട്ടറിനാണ്. പിന്നെ ആർക്കാ, പിന്നെ ഗ്ലാസ്സിനാണ്. പിന്നെ ആർക്കാ, ഡയമണ്ട് അല്ലേ. പക്ഷേ ഇതല്ല ചോദിച്ചത്, ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ അല്ല. ആരുതാ ചോദിച്ചത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിൻ്റെ ടേംസിൽ വരെ റാങ്ക് വരെ നേരെ തിരിച്ചാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിൻ്റെ റാങ്ക് നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ 1ാം റാങ്ക്, ഇവിടെ ഏറ്റവും കുറവ് റാങ്കുള്ള ഡയമണ്ടിന് ഇവിടെ എന്തായിരിക്കും, 1ാം റാങ്കാണ്. വാട്ടറിന് ഇവിടെ 2ാം റാങ്ക്. അപ്പോൾ ഇവിടെ ഇവിടെ വാക്വത്തിന് ഇത് ഓർഡർ ചെയ്ത്, അപ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഇവിടെ 1ാം റാങ്കുള്ള വാക്വത്തിന് ഇവിടെ എത്ര ആയിരിക്കും, 4ാം റാങ്ക് ആയിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നേരെ തിരിച്ചാണ്. റെഡി. അപ്പോൾ ഇവിടെ 2ാം റാങ്കുള്ള വാട്ടറിന് ഇവിടെ 3ാം റാങ്ക് ആയിരിക്കും. ഇവിടെ 3ാം റാങ്കുള്ള ആൾക്ക് 2ാം റാങ്ക്, ഇവിടെ 4ാം റാങ്കുള്ള ആൾക്ക് 1ാം റാങ്ക് ആയിരിക്കും. ഇനി അസെൻഡിങ് ഓർഡർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറുതിന്ന് വലുതിലോട്ട് 1ാം റാങ്ക് ആണോ 4ാം റാങ്ക് ആണോ വലുത്, 4ാം റാങ്ക് ചെറുതാണ്, 1ാം റാങ്ക് വലുതാണ് അല്ലേ. അപ്പോൾ ചെറുത് ഏതാ, ഏറ്റവും ചെറുതാരാ, ഏറ്റവും ചെറുത് ഇയാളാണ്. ഏറ്റവും ചെറിയ റാങ്ക് വാക്വമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാം, വാക്വം, ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റാങ്ക് ആരാ, വാട്ടർ. അതിനേക്കാൾ വലിയ റാങ്ക് ആരാ, വാട്ടർ. പിന്നെ അതിനേക്കാൾ വലിയ റാങ്ക് ആരാ, ഗ്ലാസ്. പിന്നെ ആരാ, ഡയമണ്ട്. സെറ്റ്. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. 1 മാർക്ക്. നമ്മൾ ലൈവിൽ അതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ ഇത് തന്നെ നമ്മൾ ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ചോദിച്ചാൽ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ വെലോസിറ്റി ടേംസിൽ എങ്ങനെ എഴുതുക, വെലോസിറ്റി ടേംസിൽ ഇയാൾ ബൈ ഇയാളാ ചെയ്യുക. അപ്പോൾ W ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ഗ്ലാസ് അല്ലേ. റെഡി. വെലോസിറ്റി ഓഫ് വാട്ടറിലുള്ള വെലോസിറ്റി എത്ര, വാട്ടറിലുള്ള വെലോസിറ്റി എത്ര, വാട്ടറിലുള്ള വെലോസിറ്റി 2.25 ഇൻറ്റു 2.25 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ, പിന്നെ ആരാ വരിക, ഗ്ലാസിൻ്റെ കേസ് എത്ര, ഗ്ലാസിൻ്റെ കേസിൽ 2 ആണ് അല്ലേ. 2 ഇൻറ്റു 10⁸. ആരൊക്കെ ക്യാൻസലാവും, ഈ 10⁸ 10⁸ വെട്ടിപ്പോകും അല്ലേ. ഇനി ഇതിൻ്റെ ആൻസർ, ഇതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാലും മതി കേട്ടോ. 2.25 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിയാൽ മാർക്ക് തരും. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എത്രടാ, 2.25ൻ്റെ പകുതി എത്ര, നിങ്ങൾക്ക് വേണമെങ്കിൽ 1.12 എന്നൊക്കെ എഴുതിയാൽ ഓക്കെ ആയിരിക്കും കേട്ടോ. ദിസ് ഈസ് ഇനഫ്. 1.125 എന്നൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, ഇത്ര എഴുതിയാലും ഓക്കെയാണ്, മാർക്ക് തരും. യൂണിറ്റ് ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് പ്രാക്ടിക്കൽ ഡെഫിനീഷൻ ഓഫ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ V. അപ്പോൾ എങ്ങനെയാണ്, റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഏതിൽ, ഇൻ വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് പിന്നെ ഇത് മീഡിയം. ഇതാണ് ഇയാളുടെ ഡെഫിനീഷൻ. N ഈസ് ഈക്വൽ ടു C ബൈ V. സെറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറർ ആർ യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ്. മിറേഴ്സിൻ്റെ പ്രോബ്ലം എപ്പോഴും ചോദിക്കും. വിച്ച് ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ് ഇൻ ഹെഡ്ലൈറ്റ്സ് ഓഫ് വെഹിക്കിൾ. നല്ല ലൈവിൽ ഡിസ്കസ് ചെയ്താണ്. ഏതാണ്, കോൺകേവ് ആണ് കേട്ടോ. വെഹിക്കിൾസ് കണ്ട് ചാടി കയറി കോൺവെക്സ് വരണ്ട, ഹെഡ്ലൈറ്റാണ്. മറ്റേത് റിയർ വ്യൂ ആണ്. അത് മനഃപൂർവ്വം അവർ ചോദിച്ചതാണ്. വെഹിക്കിൾസിൻ്റെ എന്താണ് റിയർ വ്യൂ കോൺവെക്സ് ആണ്. മറ്റേ ഹെഡ്ലൈറ്റ് എന്താണ്, കോൺകേവ് ആണ്. അടുത്തെന്താ, ഇത്
ഇവിടുത്തെ കേസിൽ എവിടെയാണ് ബൾബ് പ്ലേസ് ചെയ്യേണ്ടത്? ഹെഡ്ലൈറ്റ്സ് ഓഫ് വെഹിക്കിൾസ് ആർ പ്ലേസ് അറ്റ് വിച്ച് പോയിന്റ് റെസ്പെക്ട് ടു ദ മിറർ? വൈ? അതെന്താ അറിയോ? ഒരു കോൺകേവ് മിററിനെടുത്തു, നിങ്ങൾ ഒരു കോൺകേവ് മിററിനെടുത്തു. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസ്, കോൺകേവ് മിററിൻ്റെ ഇതാരാ ഇത്. അപ്പോൾ ഇതിലെ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഇവിടെയാണ് ഞാൻ ബൾബിനെ വെക്കുക. ഇവിടെ ബൾബിനെ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിലൂടെ വരുന്ന എല്ലാ ലൈറ്റ് റേസും എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഫോക്കസിലൂടെ വരുന്ന എല്ലാ ലൈറ്റ് റേസും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ എവിടെ വെക്കുക? ഫോക്കസിലാണ് വെക്കുക. അറ്റ് ഫോക്കസ് എന്നാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അറ്റ് ഫോക്കസ്. കാരണം എന്താ? ടു മേക്ക് പാരലൽ ലൈൻസ്, പാരലൽ ബീം ഉണ്ടാക്കാൻ. പാരലൽ ബീം, ഈ ലൈറ്റ് റേസ് ഒക്കെ എന്താ പരസ്പരം പാരലാകുമ്പോൾ ഒരു ബീമായി മാറില്ലേ? അപ്പോൾ പാരലൽ ബീം ഉണ്ടാക്കാനാണ് കേട്ടോ. ടു മേക്ക് പാരലൽ ബീംസ്. അതാണ് ബീൻ്റെ ആൻസർ. അപ്പോൾ എ കിട്ടി, ബി കിട്ടി. അടുത്ത് വിച്ച് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ വെഹിക്കിൾ? അത് അവിടെ ഉണ്ട്. ഏത്? കോൺവെക്സ്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, 3 മാർക്ക് കിട്ടി. അപ്പോൾ ഈ ബി ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചിന്തിപ്പിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട. ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഏതാടാ? ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, നേരെ ടങ്സ്റ്റൺ. ഇൻകാൻഡസൻ ലാമ്പ് നേരെ ടങ്സ്റ്റൺ. ടങ്സ്റ്റൻ്റെ അപ്പുറത്ത് ആരാ? എബിലിറ്റി ടു റെഡ് ഹോട്ട് ആണോ? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണോ? എമിറ്റ് വൈറ്റ് ലൈറ്റ്. സെറ്റ് അല്ലേ? അടുത്ത് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് ആരൊക്കെ? സേഫ്റ്റി ഫ്യൂസ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിൻ ആൻഡ് ലെഡ് പ്രത്യേകത ലോ മെൽറ്റിംഗ് പോയിന്റ്. അടുത്തേതാ? ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് ഹീറ്റർ നിക്രോം ആണോ കോപ്പർ ആണോ? ഇലക്ട്രിക് ഹീറ്റർ നിക്രോം ആണ്. സേഫ്റ്റി നമ്മളുടെ ഹീറ്റിംഗ് കോയിൽ നിക്രോംസ് ആണ് അല്ലേ. നിക്രോമിൻ്റെ പ്രത്യേകത എന്താ? എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട്. ഡയറക്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, ഒരു പ്രശ്നമില്ല. സെറ്റ് അല്ലേ? കോപ്പർ അവിടെ ഓപ്ഷൻ വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വന്നിട്ടുണ്ട്. ഈ സ്പെറിക്കൽ മിററാണ് കേട്ടോ, മിററാണ്. മിററിൻ്റെ കേസിൽ ഇതൊക്കെ ടേബിൾ അതേപോലെ പറഞ്ഞാൽ യു പോസിറ്റീവ് ആയിരിക്കും, മറ്റേ പോസിറ്റീവ്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണ് കംപ്ലീറ്റ് ദ ഇമേജ് ഫോർമേഷൻ. ഇവിടുത്തെ ബാക്കി ടേബിൾ ഫുള്ളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതാരാ? യു തന്നിട്ടുണ്ട്. ഇതാണ് യു. ബേസിക്കലി ആരാ തന്നിരിക്കുന്നത്? ഇത് യു ആണ്. യു ഈക്വൽ -60. എപ്പോഴും അതാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ -30. ഫോക്കൽ ലെങ്ത് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫാ. അപ്പം -30/2. അപ്പം എത്ര? 15 സെൻറ്റിമീറ്റർ. പക്ഷേ മൈനസ് ഇടണം കേട്ടോ, -15 സെൻറ്റിമീറ്റർ. അത് കിട്ടിയല്ലോ, കിട്ടി. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ മിറർ. അതായത് വി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മറ്റേ പ്രോബ്ലം ചെയ്താൽ പറ്റും. നമ്മളെ കാൽക്കുലേഷൻ ചെയ്യണം. ഇത് വാല്യൂ ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്ത വാല്യൂസ് ആട്ടോ. റെഡി. അപ്പോൾ എന്താണ്? വി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/f ഈസ് ഈക്വൽ ടു 1/u + 1/v. ഇതൊന്ന് വി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു? u × f ഡിവൈഡഡ് ബൈ u - f. ഓർക്കുന്നുണ്ടോ? u × f ഡിവൈഡഡ് ബൈ u - f എന്നാ. അപ്പോൾ ഈ വിൻ്റെ വാല്യൂ കണ്ടോ? യുവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞത്? യുവിൻ്റെ വാല്യൂ -60 ആണ്. -60 ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്ര? എഫിൻ്റെ വാല്യൂ -15. -15 ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്ര? യുവിൻ്റെ വാല്യൂ വീണ്ടും -60 അത് ഇക്വേഷനുള്ള മൈനസാ, -15. സെറ്റ് അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്തടാ. ഇത് സിംപ്ലിഫൈ എങ്ങനെ ചെയ്യാം? നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വന്നു. 60 × 15. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 6 × 15 അങ്ങനെ ആലോചിക്കും. വലിയ നമ്പേഴ്സാണ്. 15 60, അത് അല്ലേ 90 വരും അല്ലേ. അപ്പോൾ അതിലൊരു 0 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 900 വരും. ഡിവൈഡഡ് ബൈ ഇനി എത്ര വരുന്നത്? 60. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു സ്റ്റെപ്പും കൂടി ചെയ്തോ. -60 + 15. കാരണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അല്ലേ. റെഡി. ഇനി ഇയാളൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. എന്താ സംഭവിക്കുക? വി ഈസ് ഈക്വൽ ടു +900 ഡിവൈഡഡ് ബൈ 60 കൊടുക്കാനുണ്ട് മക്കളെ, 60 കൊടുക്കാനുണ്ട്, 15 കിട്ടാനുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? വലുതിൽ നിന്ന് ചെറുത് മണിക്കുക. 60 - 15 എത്ര? 60 - 15 45. അപ്പോൾ എന്നിട്ട് വലുതിനെ ചിഹ്നം കൊടുക്കുക, -45. ഇനി ഇത് കട്ട് ചെയ്തു പോലെ 2 വരും, 0 വരും. പ്ലസ് ബൈ മൈനസ് -20 സെൻറ്റിമീറ്റർ. അതായിരിക്കും ആൻസർ കേട്ടോ. -20 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ. -20 സെൻറ്റിമീറ്റർ. റെഡി അല്ലേ? അടുത്ത ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 12 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 12 സെൻറ്റിമീറ്റർ. അടുത്ത ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഒപ്പുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മറ്റേ കാൽക്കുലേഷൻ ചെയ്താൽ പോരെ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടാൽ പോരെ. എന്താ നമ്മൾ പഠിച്ചത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു -v/u ആണോ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എങ്ങനെ കാണുക? ഇയാളങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ. HO ഇൻറ്റു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇവിടെ കൊടുത്തു, ഇൻറ്റു യു എന്ന് കൊടുത്തു. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്ര? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? മൈനസ് ആ ഇക്വേഷനിലെ മൈനസ് ആണ്, ഇൻറ്റു 12.
ഇൻറ്റു വിൻ്റെ വാല്യൂ നമ്മൾ കണ്ടു -20 -20 സെറ്റല്ലേ -20 ഓൾ ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്ര മക്കളെ യുവിൻ്റെ വാല്യൂ എത്ര യുവിൻ്റെ വാല്യൂ -60 യുവിൻ്റെ വാല്യൂ -60 സെറ്റ് അപ്പോൾ എന്താവും മൈനസ് ഒരു മൈനസ് എന്തായാലും ബാക്കി ഉണ്ടാവും ഇവിടെ ആരൊക്കെ വെട്ടിപ്പോവും ഈ 60ഉം 20ഉം വെട്ടിപ്പോയാൽ താഴെ 3 വരും അല്ലേ താഴെ 3 വരും ഈ 3ഉം 12 വെട്ടിപ്പോയാൽ 4 വരും സോ ഫൈനൽ ആൻസർ എത്രയാണ് -4 സെൻറ്റിമീറ്റർ കിട്ടിയോ 4 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം -4 സെൻറ്റിമീറ്റർ 4 മാർക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കിട്ടില്ല 4 മാർക്കുള്ള ചോദ്യമുണ്ട് അടുത്ത് നമുക്ക് ഒബ്സർവ് ദ ഫിഗർ തന്നിട്ട് ബാക്കി ചോദിച്ചാൽ അപ്പോൾ ഇവിടെ പേരുകളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് ഇതാരാ ഡയഫ്രാണ് പി എന്ന് പറഞ്ഞാൽ ഡയഫ്രമാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ക്യൂ എന്ന് പറഞ്ഞാൽ ഏതാ നമ്മളെ കോയിലാണ് മൂവിങ് കോയിൽ ഓർ വോയിസ് കോയിൽ മൂവിംഗ് എന്നും പറയാം വോയിസ് കോയിൽ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ രണ്ടിനും മാർക്ക് അവർ തരും സെറ്റ് അല്ല മൂവിംഗ് കോയിൽ ഓർ വോയിസ് കോയിൽ സെറ്റ് അടുത്തത് മക്കളെ നോക്ക് വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതേതാ ഉപകരണം അത് പറഞ്ഞേ ഉപകരണത്തിൻ്റെ പേര് അവർ ചോദിച്ചിട്ടില്ല അല്ലേ പേരെന്താ പേര് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആട്ടോ ഇയാൾ മൈക്രോഫോൺ വർക്കിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ സൗണ്ട് വേവ്സ് വരുന്നു ഇവിടുത്തെ ഇതിലൂടെ കടക്കുന്നു നമ്മുടെ എന്ത് ചെയ്യും ഡയഫ്രം അങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവും കറണ്ട് എന്ത് ചെയ്യും സിഗ്നൽസ് ആയിട്ട് പോകും അല്ലേ വർക്കിംഗ് നിങ്ങൾ എഴുതല്ലോ വർക്കിംഗ് വളരെ സിമ്പിൾ ആയിട്ട് 1 മാർക്കിനുള്ളൂ കേട്ടോ 1 മാർക്കിനുള്ളൂ എടാ ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഗ്ലാസിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ് ഇവിടെ വന്ന് വീഴുന്നത് 46 ഡിഗ്രിയിൽ അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളാണ് അപ്പോൾ എന്ത് ചെയ്യും ഇയാൾ സെയിം പാത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും സെയിം പാത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും ചിത്രം നിങ്ങളോട് വരയ്ക്കാനാട്ടോ പറഞ്ഞത് അപ്പോൾ കഥ എഴുതിയാൽ പത്രം വരയ്ക്കണം സെയിം ഇതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഈ സാധനം നിങ്ങൾ അറിയണം ഇത് പല ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ റിഫ്ലക്റ്റ് ബാക്ക് ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പാസ് ചെയ്യുന്നൊക്കെ പറയും ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ് സോ എന്ത് ചെയ്യും റിഫ്ലക്ട് ബാക്ക് ഉണ്ടാവും നെയിം ദ ഫിനോമിന ദാറ്റ് ഹെൽപ്പ് ടു ഡ്രോ ദിസ് ഏതാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചില ആൾക്കാർ റിഫ്രാക്ഷൻ എഴുതും റിഫ്രാക്ഷൻ അല്ല ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തിരിച്ചു വരും എത്ര ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഏതൊക്കെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഏതൊക്കെ ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും മറ്റേത് എൻഡോസ്കോപ്പിയും പിന്നെന്താ അടുത്ത ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ ഫിഗർ ഈ ഡിവൈസിൻ്റെ പേരെന്താ വാട്ട് അവർ മീറ്റർ അറിയാലോ ഇവിടെ നമ്മൾ ഈ വാല്യൂ ഒക്കെ അതേപോലെ ചെയ്താലേ എങ്ങനെയാണ് നമുക്ക് യൂസ് കാണാൻ പറ്റുക യൂസ് എങ്ങനെ കാണാൻ പറ്റും പവർ ഇൻറ്റു ഹവർ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു നമ്പർ ഓഫ് ഡിവൈസസ് അല്ലേ ഇതാണ് പരിപാടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ടോട്ടൽ യൂസ് കാണാം ടോട്ടൽ യൂസ് 1 ഡേൻ്റെ കേസിലുള്ള യൂസ് നമുക്ക് കാണാം എങ്ങനെ കാണാൻ പറ്റും സിമ്പിൾ ഒന്നാമത് എന്തൊക്കെയുള്ള 5 LED ലാമ്പ് ഉണ്ട് 20 വാട്ട് എത്ര മണിക്കൂർ 5 മണിക്കൂർ പ്രവർത്തിക്കുന്നു അപ്പോൾ അതിൻ്റെ പവർ എത്ര അതിൻ്റെ പവർ 20 വാട്ട് 20 ഇൻറ്റു അങ്ങനത്തെ എത്ര മണിക്കൂർ 5 മണിക്കൂർ പവർ ഇൻറ്റു ഹവർ ബൈ 1000 അങ്ങനെ എത്ര ഡിവൈസ് ഉണ്ട് 5 എണ്ണം അല്ലേ അപ്പോൾ LED കഴിഞ്ഞു ഇനി അടുത്ത ആരാ ലാപ്ടോപ്പിൻ്റെ കേസിൽ എന്താ 50 വാട്ട് ഉണ്ട് അങ്ങനത്തെ എത്ര ഉണ്ട് 2 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ ലാപ്ടോപ്പിൻ്റെ പവർ 50 ഇൻറ്റു പ്രവർത്തിക്കുന്ന മണിക്കൂർ 2 ഡിവൈഡഡ് ബൈ 1000 അങ്ങനെ എത്ര ഡിവൈസ് ഉണ്ട് 1 ഇത് ചെയ്താൽ മതി അല്ലേ അപ്പോൾ സിംപ്ലിഫൈ ചെയ്തേ 0 വെട്ടിപ്പോയി 5 100 വെട്ടിപ്പോയി അപ്പോൾ താഴെ എന്ത് വരും താഴെ 20 വരും 2 വെട്ടിപ്പോയി താഴെ 10 വരും വെട്ടിപ്പോയാൽ 1/2 അല്ലേ അപ്പോൾ 0.5 ആണ് LED യൂസ് അല്ല കാൽക്കുലേഷൻ ശരിയാണല്ലേ നിങ്ങൾ നോക്കിയാൽ മതി കാൽക്കുലേഷൻ വലിയ ഞാൻ ഇത് കൊടുക്കുന്നില്ല 5ഉം 100ഉം വെട്ടിപ്പോയാൽ താഴെ 20 വരും 2ഉം 20ഉം വെട്ടിപ്പോയാൽ താഴെ 10 വരും അല്ലേ അപ്പോൾ 1/10 എന്ന് പറഞ്ഞാൽ 0.1 കാൽക്കുലേഷൻ ഇത് കിട്ടിയാൽ 0.6 ആണോ 0.6 കിലോ വാട്ട് അവർ ആണ് ഒരു ദിവസത്തെ പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ഇൻ 1 മന്ത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസത്തതാ അപ്പോൾ 1 മന്തിൻ്റെ കേസ് എന്തായിരിക്കും 1 മന്തിൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസത്തെ യൂസേജ് എത്ര 0.6 അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 30 ദിവസമായിരിക്കും 1 മന്ത് 31 എടുക്കണം 31 എടുത്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അതിൽ മാർക്കൊന്നും കുറയ്ക്കില്ല കേട്ടോ ഇത് എത്ര വരും 1 ഇതിൻ്റെ വാല്യൂ എത്ര യെസ് 18 അല്ലേ 18 കിലോ വാട്ട് അവർ എന്ന് വരും 18 കിലോ വാട്ട് ഹവർ എന്ന് വരും അല്ലേ 18 കിലോ വാട്ട് അവറാണ് മാസം യൂസ് ചെയ്യുന്നത് അടുത്ത ഇതൊക്കെ ലൈവിൽ അതേപോലെ തന്ന ചിത്ര പ്രൈമറി കോയിൽ കുറവ് പ്രൈമറി കോയിൽ കൂടുതൽ സെക്കൻഡറി കോയിൽ കുറവ് അല്ല അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറയുക ചെയ്യുന്നത് പ്രൈമറിയും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കുറയാന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയാന്ന് പറഞ്ഞാൽ ഇയാൾ സ്റ്റെപ്പ് ഡൗൺ ആണ് ഇയാൾ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ തിക്കർ കോയിൽ ആർ യൂസ്ഡ് ഇൻ സെക്കൻഡറി കോയിൽ കാരണം എന്താ ഇവിടുത്തേനേക്കാൾ കറണ്ട് വോൾട്ടേജ് കുറയ്ക്കും പക്ഷേ കറണ്ട് കൂട്ടും അപ്പോൾ പ്രൈമറിയിലുള്ളതിനേക്കാൾ കൂടുതൽ കറണ്ട് എന്താണ് സെക്കൻഡറിയിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ കറണ്ട് കൂടുതലാണ് കറണ്ട് കൂടുമ്പോൾ അവിടെ ഹീറ്റിംഗ് കൂടും
അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയ്ക്കും. റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ് നമ്മൾ തിക്കർ വയർ യൂസ് ചെയ്യുന്നത് കേട്ടോ. തിക്കർ വയർ യൂസ് ചെയ്യുന്നത്. തിക്കർ വയറിന് റെസിസ്റ്റൻസ് എന്താണ്, കുറവാണ്. കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഇല്ലല്ലേ? കഴിഞ്ഞോ? റെഡി, കഴിഞ്ഞു. ഇതുള്ളൂ ചോദ്യം അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ? കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? കുറച്ച് ചോദ്യങ്ങൾ നല്ല നിങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പേടിക്കേണ്ട. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണുക മക്കളെ. കുറച്ച് നല്ല ഡെപ്തിൽ ഇറങ്ങി പഠിക്കണമെന്ന് ബോധ്യപ്പെട്ടല്ലോ? റെഡി. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം പാഞ്ഞു വന്ന് ഫുൾ മാർക്കൊന്നും നിങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്യേണ്ട. ഇനി കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി മുന്നോട്ട് കേട്ടോ. റെഡി.